ഹരേ കൃഷ്ണ. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും പ്രദക്ഷിണം ചെയ്യേണ്ടത് വ്യത്യസ്തമായ രീതിയിലാണെന്നറിയാമോ? ഇനി എത്ര പ്രദക്ഷിണമാണ് ഏറ്റവും ഉത്തമം? 21 പ്രദക്ഷിണമാണ് ഏറ്റവും ഉത്തമം. എന്നാൽ പൊതുവെ നമ്മളെല്ലാവരും 3 പ്രദക്ഷിണമാണ് സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. ഭഗവാന്റെ വാഹനത്തെ വന്ദിച്ചാണ് പ്രദക്ഷിണം ആരംഭിക്കേണ്ടത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സമയത്തിന് പിന്നിലും അതിൻ്റേതായ നേട്ടങ്ങളുണ്ട്. ദുഃഖശമനമാണ് രാവിലത്തെ പ്രദക്ഷിണം വഴി നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്കാണോ പ്രദക്ഷിണം ചെയ്യുന്നത്, ഇഷ്ടലാഭവും വൈകിട്ടത്തേത് പാപത്തിൽ നിന്നുള്ള മോചനവും നൽകുന്നു. കൈകൾ കൂപ്പി ഈശ്വരനാമം ഉച്ചരിച്ച് വേണം പ്രദക്ഷിണം ചെയ്യുവാൻ. ഏത് മൂർത്തിയുടെ ക്ഷേത്രത്തിലാണോ പോകുന്നത്, ഭഗവതി ക്ഷേത്രത്തിലാണോ, ഇനി ശിവക്ഷേത്രത്തിലാണോ, വിഷ്ണു ക്ഷേത്രത്തിലാണോ, ഗണപതി ക്ഷേത്രത്തിലാണോ, ഏത് ക്ഷേത്രത്തിലാണെങ്കിലും അതാത് ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങൾ ഉച്ചരിച്ച് വേണം പ്രദക്ഷിണം ചെയ്യുവാൻ. ആദ്യ പ്രദക്ഷിണം പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് ഭഗവാനെ ദർശിക്കുവാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ പ്രദക്ഷിണം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകളിൽ സ്പർശിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബലിക്കല്ല് എപ്പോഴും പ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ വലതുവശത്തായിരിക്കണം. ശിവക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരിക്കലും തന്നെ ഓവ് മുറിച്ച് കടക്കുവാൻ പാടുള്ളതല്ല. ഇനി ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ദോഷഫലങ്ങൾ ലഭിക്കാതിരിക്കുവാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാന്റെ ചൈതന്യം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് നമ്മുടെ ഓരോരോ ക്ഷേത്രങ്ങളും. പലപ്പോഴും എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്, എത്ര എണ്ണം വയ്ക്കണം, ഇവയൊക്കെ പലപ്പോഴും പലർക്കും അറിഞ്ഞു എന്നിരിക്കില്ല. ചിലപ്പോഴൊക്കെ മുൻപിൽ നടന്നു പോകുന്ന ഭക്തർ ചെയ്യുന്നതൊക്കെ പിന്നിൽ വരുന്നവർ നോക്കി ചെയ്യുന്നതും അപൂർവമല്ല. എന്നിരുന്നാലും പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. പ്ര എന്നാൽ സകലവിധ ഭയങ്ങളെയും നശിപ്പിക്കുന്നു എന്നാണ് ഈ പ്ര എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വാക്ക് ദ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. ക്ഷി എന്ന അക്ഷരം മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു. ണ, ആ അക്ഷരം ഐശ്വര്യത്തെ സമ്മാനിക്കുന്നു. ഇതാണ് പ്രദക്ഷിണത്തിൻ്റെ ഫലം. സൂര്യോദയം മുതൽ അസ്തമയം വരെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ആഗ്രഹ സാഫല്യമാണ് ഫലം. നമ്മുടെ ആഗ്രഹം വ്യക്തവും ശുദ്ധവും ആയിരുന്നാൽ അത് നടക്കും എന്നതാണ് ഈ സമയത്തെ പ്രദക്ഷിണത്തിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ ശുദ്ധമായ മനസ്സോടുകൂടി പ്രദക്ഷിണം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം ഓരോ ദേവനും ദേവിക്കും വെക്കേണ്ടത്? ഗണപതി ഭഗവാൻ ഒരു പ്രദക്ഷിണമാണ് ചെയ്യാറുള്ളത്. സൂര്യഭഗവാന് 2, ശിവഭഗവാന് 3, ദേവിക്കും ശ്രീ വിഷ്ണു ഭഗവാനും 4 പ്രദക്ഷിണമാണ് വയ്ക്കാറുള്ളത്. ആൽമരത്തിന് 7 പ്രദക്ഷിണം. ഉച്ച കഴിഞ്ഞാൽ പ്രദക്ഷിണം പാടില്ല എന്നതാണ് വിധി. പക്ഷേ പലപ്പോഴും ചില ആളുകൾ ഉച്ച കഴിഞ്ഞിട്ടും പ്രദക്ഷിണം വയ്ക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ശ്രീകോവിലിൻ്റെ നടയിലും ബലിക്കല്ലിലും തൊട്ട് തൊഴുക, കർപ്പൂരം കത്തിക്കുക, ഇവയൊന്നും പാടില്ല. ഇനി അബദ്ധവശാൽ ബലിക്കല്ലിൽ നമ്മുടെ കാല് തട്ടിയാലോ തൊട്ടു തൊഴരുത്. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കുള്ള ഓവിൽ തൊടുകയോ ഓവിലൂടെ ഒഴുകുന്ന തീർത്ഥം കോരി കുടിക്കുകയോ അരുത്. പ്രദക്ഷിണം ചെയ്ത ശേഷം കൊടിമരച്ചുവട്ടിലെ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും, അതായത് അർദ്ധ നമസ്കാരവുമാണ് ചെയ്യേണ്ടത്. അതേപോലെ സ്ത്രീകൾ ശയന പ്രദക്ഷിണം ചെയ്യുവാനും പാടുള്ളതല്ല. ഇനി മുടി അഴിച്ചിട്ടുകൊണ്ട് സ്ത്രീകൾ, പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ദേവദർശനം പാടില്ല. ശ്രീകോവിലിൽ നിന്നുള്ള ദേവചൈതന്യം സർപ്പാകൃതിയിലാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. അതിനാൽ നടയ്ക്കു നേരെ നിന്ന് ഭഗവാനെ വണങ്ങാതെ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ മാറി നിന്ന് ഏകദേശം ഒരു 30 ഡിഗ്രി ചെരിഞ്ഞു വേണം ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകോവിലിൽ നോക്കി തൊഴുവാൻ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് എത്ര പ്രദക്ഷിണമാണെന്ന് പറഞ്ഞില്ല, ക്ഷമിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 പ്രദക്ഷിണമാണ് വയ്ക്കാറുള്ളത്. ശാസ്താവ് അയ്യപ്പന് 5 പ്രദക്ഷിണമാണ് വയ്ക്കാറുള്ളത്. നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണമാണ് നമ്മൾ വയ്ക്കാറുള്ളത്. ഇനി
ശയന പ്രദക്ഷിണം പുരുഷന്മാർ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭൂമിയിൽ തൊട്ടുരുമ്മി ദണ്ഡ നമസ്കാരം ചെയ്യുന്ന ആ ഒരു പ്രതീതിയിൽ വേണം പ്രദക്ഷിണം ചെയ്യുവാൻ എന്നാണ് പറയുന്നത്. ഇനി അർദ്ധപ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്. അത് ശിവക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ അഭിഷേക ജലം ഒഴുകുന്ന ഓവ് മുറിച്ചു കടക്കാതെ ഓവിൻ്റെ ഒരറ്റത്തു നിന്നും ആരംഭിച്ചിട്ട് തിരികെ വന്ന് വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് അർദ്ധപ്രദക്ഷിണം ചെയ്യാറുള്ളത്. ഇനി ഓട്ടപ്രദക്ഷിണമാണെങ്കിൽ ഉത്സവ സമയങ്ങളിൽ വേഗത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണമാണ് ഓട്ടപ്രദക്ഷിണം. ഇനി വിധി അനുസരിച്ച് കൈകാൽ ഇളക്കാതെ മന്ത്രങ്ങൾ ജപിച്ച് പതുക്കെ നടന്ന്, അതായത് ആസന്ന പ്രസവാനാരി എന്ന് പറയും. അതായത് മാസം തികഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഈ തലയിൽ നിറഞ്ഞ പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് നടക്കേണ്ടത്, പ്രദക്ഷിണം വെച്ച് നടക്കേണ്ടത് എന്നാണ് പറയാറുള്ളത്. ഇനി വൃക്ഷരാജന്, അതായത് അരയാൽ മരത്തിന് 7 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രം പറയാം, കേട്ടോളൂ. മൂലധോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. അതായത് മൂലസ്ഥാനത്തിൽ നിന്നും, അതായത് ചുവടുഭാഗത്തിൽ ബ്രഹ്മദേവനും മധ്യത്തിൽ വിഷ്ണു ഭഗവാനും അഗ്രത്തിൽ ഏറ്റവും മുകളിൽ ശിവഭഗവാനും വസിക്കുന്ന വൃക്ഷരാജാവായ അങ്ങേ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ക്ഷേത്രവിധികളെക്കുറിച്ചും ഉള്ള വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ. ശിവായ നമഃ.